ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. കല്ലേറു ദൂരം, ദ റോക്ക് ഓഫ് ദ അപ്പോസൽസ്. കർത്താവ് കല്ലേറു ദൂരം മാറി പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരെയും ഇരുത്തിയ സ്ഥലം, നമ്മൾ ബസലിക്കയിൽ നിന്ന് പുറത്തിറങ്ങി വലത്തോട്ട് കടന്നാൽ അങ്ങറ്റത്ത് ഈ പള്ളിയിലുള്ള പാറക്കെട്ടുകളുടെ തുടർച്ച പുറത്തേക്കും കാണാം. ഇത് കുരിശുദ്ധ കാലഘട്ടത്തിലുണ്ടായിരുന്ന രക്ഷകൻ്റെ പള്ളിയുടെ ബാക്കി അവശിഷ്ടങ്ങളാണ്. ഇതിൻ്റെ പുറകിലായിട്ട് ഡോമിനുസ് ഫ്ലേവിത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ആ റോട്ടിൽ തന്നെ ഒരു തൂണുണ്ട്. ഈ തൂണ് ഈ 3 ശിഷ്യന്മാർ ഇരുന്നിരുന്ന സ്ഥലത്തെയാണ് സൂചിപ്പിക്കുക. പത്രോസ്, സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും. ഞാൻ തീവ്ര വേദന അനുഭവിക്കുന്നു, നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കുക എന്നാണ് കർത്താവ് അവരോട് പറയുക. പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. വീണ്ടും വീണ്ടും അവർ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. കർത്താവ് വീണ്ടും അവരോട് വന്ന് പറയുന്നു, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഗെത്സമനിയുടെ ഏറ്റവും വലിയ സന്ദേശം അതാണ്. ഉണർന്നിരിക്കുക, പ്രാർത്ഥിക്കുക. പ്രലോഭനങ്ങളിൽ നിന്ന് വിജയം വരിക്കാനുള്ള ഏകമാർഗമായിട്ട് കർത്താവ് നിശ്ചയിക്കുക. നമ്മൾ ഈ പാറയോട് ചേർന്നുള്ള ഭാഗം ഹെറമിറ്റേജാണ്, താപസ ജീവിതത്തിനുള്ള സ്ഥലം. 1980കളിൽ പാദ്ര ജോർജോ നിർമ്മിച്ചതാണ് ഈ സ്ഥലം. ഇന്നും തീർത്ഥാടകർക്ക് അവിടെ പോയി താമസിക്കാം. രാവിലെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഗെത്സമൻ ബസലിക്കയിലെ കുർബാനയിൽ പങ്കുചേരാം. അത് കഴിഞ്ഞ് ലെക്സ്യു ദിവീനോയുണ്ട്, വൈകിട്ട് വേസ്പറിയുണ്ട്. മറ്റ് പ്രാർത്ഥനകളിൽ പങ്കുചേർന്ന് ഏകാന്തവാസത്തിൽ കർത്താവിനോട് കൂടെ ഈ ധ്യാനാത്മകതയിൽ ചെലവഴിക്കാനായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ഹെർമിറ്റേജ്. ഇപ്പോൾ ബ്രദർ ഡിയേഗോ ദെല്ല ഗാസയാണ് അതിൻ്റെ ഇൻചാർജ്. ആ ഡോമിനുസ് ഫ്ലേവിത്ത് കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഈ തൂണും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ മഗ്ദലന മറിയത്തിൻ്റെ പള്ളിയുടെ മൂലയിൽ റോഡരികിൽ ഒരു പാറയുണ്ട്. ഈ പാറ പരിശുദ്ധ അമ്മ വിശുദ്ധ തോമാസ് ലീഹായ്ക്ക് തൻ്റെ അരപ്പട്ട സമ്മാനിച്ച സ്ഥലമാണ്. സ്വർഗാരോപണത്തിൻ്റെ സാക്ഷ്യമായിട്ട് ഇരുണ്ട ഭൂഖണ്ഡമായി ഇന്ത്യയിലേക്ക് പോകാൻ തോമാസ് ലീഹയ്ക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് സമ്മാനിച്ച അരപ്പട്ട നൽകുന്ന സ്ഥലം. അവിടെ നിന്ന് അങ്ങോട്ട് ഒലിവുമലയിലേക്കുള്ള കയറ്റത്തിൻ്റെ വഴിയാണ്. അതിൻ്റെ റോഡിൻ്റെ അപ്പുറത്ത് ഗ്രീക്കുകാരുടെ ഗെത്സമൻ തോട്ടത്തിൻ്റെ തുടർച്ചയാണ്. അവിടെയായിരുന്നു മാതാവിൻ്റെ കപ്പേളയുണ്ടായിരുന്നത്. എസ്തപ്പാനോസിനെ കല്ലെറിയുന്ന സമയത്ത് മാതാവ് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമായിട്ടാണ് ഇതിനെ വിവക്ഷിക്കുക. പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം. ഈ നോമ്പുകാലം നമ്മോടും ആവശ്യപ്പെടുന്നത് ഉണർന്നിരിക്കാൻ, തീവ്രമായി പ്രാർത്ഥിക്കാൻ, പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ, ദുർബലമായ ശരീരത്തെ അതിജീവിക്കാൻ, ആത്മാവിനെ ദൃഢപ്പെടുത്തുക, പ്രാർത്ഥനയിൽ ശക്തിയുള്ളവരാവുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.